ഹായ് ഓൾ, iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേറ്റിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ കുറച്ച് PYQസുമായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം PYQസിന് ഓരോ എക്സാമിനുള്ള ഇമ്പോർട്ടൻസ്. നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം കംപ്ലീറ്റ് നമ്മുടെ എന്താണ് SCERT ടെക്സ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, SCERT ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. വായിച്ചാൽ തന്നെ എത്രയാണ് ഒരു 10-30 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സ്കൂൾ ടെക്സ്റ്റ് നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ നമുക്ക് PYQs നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരത്തെ കണ്ടെത്തുക. അപ്പോൾ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരം: ചമ്പാരൻ, ഖിലാഫത്ത്, ചൗരി ചൗര, ക്വിറ്റ് ഇന്ത്യ. ഏതാണ് ഗാന്ധിജി പങ്കെടുത്ത അല്ലെങ്കിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യകാല സമരങ്ങൾ വരുന്നത്? ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ്, ചമ്പാരനാണ് അല്ലേ. ഇന്ത്യയിൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് അല്ലേ. അതാണ് ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഖിലാഫത്ത് ആണെങ്കിലോ 1919 അല്ലേ. 1919. ചൗരി ചൗര ആണെങ്കിൽ 1922. ഇനി ക്വിറ്റ് ഇന്ത്യ ആണെങ്കിൽ 1942. ഈ വർഷങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. അതേപോലെ തന്നെ വർഷങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നിങ്ങളൊരു ടൈം ലൈൻ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. പ്രധാനപ്പെട്ട സംഭവങ്ങളായി ഇവന്റ്, അതേപോലെ വർഷം, അതിങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഇടവിട്ട് നിങ്ങളത് വായിച്ചു നോക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ എന്ത് ചെയ്യുക, അത് വായിച്ച് പോകാമെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് എന്താണ് നമ്മുടെ മൈൻഡിൽ അതൊന്ന് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് നടന്ന വർഷം ഓർത്തിരിക്കുക, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. പിന്നീട് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ട്, ചൗരി ചൗര മൂവ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ട് അല്ലേ. അതിൽ ഖിലാഫത്ത് നടക്കുന്നത് 1919, ചൗരി ചൗര 1922, ക്വിറ്റ് ഇന്ത്യ ആണെങ്കിലോ 1942 നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1600, 1498, 1757, 1741. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്? ഡച്ചുകാരും അതേപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുമായിട്ടാണ് അല്ലെ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മ. ഓക്കെ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും കൂടി നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. വർഷം മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1741. ഈ യുദ്ധത്തിൽ ജയിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. ഒരു വിദേശ ശക്തിയോട് ജയിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. അന്നൊരു നാട്ടുരാജ്യമായിരുന്നു, ഇന്ത്യക്കാർ മുഴുവൻ അല്ലായിരുന്നു. തിരുവിതാംകൂർ എന്ന് പറഞ്ഞ നാട്ടുരാജാവായിരുന്നു. ആ നാട്ടുരാജാവ് എന്താണ് ഒരു വിദേശ ശക്തിയോട് ജയിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ് ആരെന്ന് പറയുന്നത്? മാർത്താണ്ഡവർമ്മ. ഓക്കെ. അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും കൂടെ ചേർന്ന് നടന്ന, അല്ലെങ്കിൽ അവർ തമ്മിൽ പൊരുതിയ ഒരു യുദ്ധമാണ്. ജയിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. 1498 വർഷത്തിന്റെ പ്രത്യേകത എന്താണ്? കോഴിക്കോട് ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ കാലുകുത്തിയ, അല്ലെങ്കിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായിട്ട് കാലുകുത്തിയ വർഷമാണ് 1478. 1757 പ്രത്യേകത എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലേ. പ്ലാസി യുദ്ധം നടന്ന വർഷമാണ് 1757 എന്ന് പറയുന്നത്. 1498 ആണെങ്കിൽ കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ ആദ്യമായിട്ട് വാസ്കോഡ ഗാമ കാലുകുത്തിയ വർഷമാണ്. ഓക്കെ. ഇനി പിന്നെ പറഞ്ഞത് കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയും കൂടി നടന്ന യുദ്ധമായിരുന്നു. അതിൽ മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. പിന്നീട് 1750 അദ്ദേഹം എന്ത് ചെയ്തു? തൃപ്പടിദാനം നടത്തി അല്ലേ. മാർത്താണ്ഡവർമ്മയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് തൃപ്പടിദാനം. ഓക്കെ. 1750 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തുന്നത്. അപ്പോൾ അതായത് തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാരായിട്ട് മാറി. എല്ലാം പത്മനാഭ സ്വാമിക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഭരണം നടത്തി, അല്ലെ അദ്ദേഹത്തിന്റെ അടിയനായിട്ട്, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരാളായിട്ട് ഭരണം നടത്തുന്ന ആയിട്ട് മാറുക. അതാണ് തൃപ്പടിദാനം. എല്ലാം എന്ത് ചെയ്തു? ദൈവത്തിന് നൽകി, അല്ലെ പത്മനാഭന് നൽകുക എന്നുള്ളൊരു രീതിയാണ് തൃപ്പടിദാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ.
തിരുവിതാംകൂറിലെ ഏറ്റവും ശക്തിശാലിയായ അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു ആര്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1741. അടുത്ത ചോദ്യം, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? സബ്സിഡറി അലയൻസ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി പ്രഭു, കഴ്സൺ പ്രഭു, മൗണ്ട് ബാറ്റൻ പ്രഭു, വെല്ലസ്ലി പ്രഭു. ആരാണ്? ലോർഡ് ഡൽഹൌസി, ലോർഡ് കഴ്സൺ, ലോർഡ് മൗണ്ട് ബാറ്റൻ, ലോർഡ് വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് സബ്സിഡറി അലയൻസ്? എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടുരാജാക്കന്മാരെ ബ്രിട്ടീഷുകാർ പ്രൊട്ടക്ട് ചെയ്യും. അവർ എന്താണ്, അവരുടെ ഒരു ആർമി സെറ്റപ്പ് ചെയ്യും അല്ലേ? ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ആർമി ഈ നാട്ടുരാജ്യത്ത് സെറ്റപ്പ് ചെയ്യും. ആ ആർമിയുടെ ഫുൾ ചെലവ് വഹിക്കേണ്ടത് ആരാണ്? ആ നാട്ടുരാജാക്കന്മാരാണ്. ഓക്കെ, അപ്പം അവർക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ സൈനിക ഈ സൈന്യം അവരെ അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇവരെ കംപ്ലീറ്റ് ചെലവ് വഹിക്കേണ്ട ആരാണ്? ആ നാട്ടുരാജാവാണ്. ഓക്കെ, അപ്പോൾ അവരെ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. മറന്നു പോകരുത്, സൈനിക സഹായ വ്യവസ്ഥ അല്ലെങ്കിൽ സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഇനി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ആരാണ്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം, അത് കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി ആണ് അല്ലേ? ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്തവകാശ നിരോധന നിയമം. അതായത് പണ്ട് കാലത്ത് എന്താണ്, രാജാവിന് പുത്രനില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പുത്രനോ പുത്രിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് അതിന് രാജ്യാവകാശം കൊടുക്കുന്ന ഒരു ചടങ്ങ് പണ്ട് കാലം അല്ലെ ആ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നതോടെ അങ്ങനെ ഇല്ലാത്ത അവർക്ക് അങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുത്തിട്ട് അതിനെ രാജാവായിട്ട് വാഴിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യും? അവർ ആ രാജ്യത്തെ കൂടെ ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ ചേർക്കുകയാണ് ചെയ്തത്. അതിനെയാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. സബ്സിഡറി അലയൻസ് വെല്ലസ്ലി പ്രഭുവും ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്? ധരാതലീയ ഭൂപടത്തിലെ മഞ്ഞ നിറം, ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടം, വനം, ജലാശയം, മണൽക്കൂന. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഞ്ഞ നിറം കൃഷിയിടത്തെയാണ് അല്ലേ? കൃഷിയിടത്തെയാണ് മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ധരാതലീയ ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ യെല്ലോ കളർ എന്ന് പറയുന്നത് എന്താണ്? കൃഷിയിടം അല്ലേ? അഗ്രികൾച്ചറിനെയാണ് യെല്ലോ കളർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ വനമാണെങ്കിലോ, വനത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നത് അല്ലേ? വനത്തിനായിരുന്നു ഗ്രീൻ കളർ. ജലാശയം ബ്ലൂ കളറാണ് അല്ലേ? അപ്പൊ വനത്തിന് ഗ്രീൻ കളറും അതേപോലെ ജലാശയത്തിന് എന്താണ്? ബ്ലൂ കളറുമാണ് നൽകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ടോപ്പോഗ്രാഫിക്കൽ മാപ്പിൽ യെല്ലോ കളർ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അഗ്രികൾച്ചറിനെയാണ് അല്ലെങ്കിൽ കൃഷിയിടത്തെയാണ് മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏത്? അപ്പൊ നമുക്കറിയാം 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല അല്ലെ? 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വരും? അഗ്രികൾച്ചർ അല്ലെ? അഗ്രികൾച്ചർ, അതേപോലെ തന്നെ ഫിഷിങ്, മൈനിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ? എക്സ്ട്രാക്ഷൻ ആണ് പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ. അവിടെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് നമുക്കുള്ള സാധനങ്ങളെല്ലാം. അപ്പം അതിനകത്ത് അഗ്രികൾച്ചർ ആവാം, അതേപോലെ തന്നെ ഫിഷിങ്, മൈനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. ഇനി സെക്കൻഡറി സെക്ടർ വരുമ്പോഴോ, ഇത് പ്രൈമറി സെക്ടറാണ് അല്ലേ? ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോഴോ, സെക്കൻഡറി സെക്ടറിൽ നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് നമ്മൾ നമ്മൾ ഈ എടുത്ത സാധനത്തെ നമ്മൾ വീണ്ടും മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും നടത്തുന്നത് എവിടെയാണ്? മാനുഫാക്ചർ, കൺസ്ട്രക്ഷൻ, ഇത് രണ്ടും എവിടെയാണ് നടക്കുന്നത്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലാണ് മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും നടക്കുന്നത്. പിന്നീട് ഏതാണ്? ടെർഷറി സെക്ടർ ഉണ്ട് അല്ലേ? തൃതീയ മേഖല, അവിടെ എന്താണ്? സർവീസസ് ആണ് നടക്കുന്നത് അല്ലേ? അതായത് ട്രാൻസ്പോർട്ടേഷന്, പിന്നീട് എന്താണ്? ബാങ്കിങ്, ഇൻഷുറൻസ് പോലുള്ള സർവീസുകളാണ് എവിടെ നടക്കുന്നത്?
ടേർഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖലയിൽ നടക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പിന്നീട് എന്താണ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? തൃതീയ മേഖല അല്ലെങ്കിൽ ടേർഷറി സെക്ടറിലാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഫിഷിംഗ്, ഗതാഗതം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ബാങ്കിങ്. നോക്കിയേ, ഫിഷിംഗ് വരുന്ന ഏതിനകത്താണ്? പ്രൈമറി സെക്ടറിലാണ്. ഗതാഗതം വരുന്നത് ടേർഷറി സെക്ടറിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലോ സെക്കൻഡറി അല്ലെങ്കിൽ എന്താണ്, സെക്കൻഡറി സെക്ടറിലാണ്. ബാങ്കിങ്ങും വരുന്നത് ടേർഷറി സെക്ടറിലാണ് അല്ലേ? അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ. മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനുമാണ് എവിടെ വരുന്നത്? സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ബാലൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്